ഹലോ, എന്ത് പറയുന്നു? സുഖം. ഞാനിവിടെ മഞ്ചേരി വരെ വന്ന കേട്ടോ. സുഹൃത്ത് ഷേസൻ്റെ വീട്ടിലാണ്. ഷേസ ആരംഭിക്കുന്ന ഒരു പുതിയൊരു പ്രസ്ഥാനത്തിൻ്റെ ലോഞ്ചിന് വേണ്ടി വന്നതാണ് കേട്ടോ. അല്ലേ, എല്ലാം സെറ്റാണോ? സെറ്റാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം വരുന്ന, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവശ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷേസ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഷേസയുടെ ഒന്ന് പരിചയപ്പെടുത്താം, പറ. ഷെയ്സ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണു. ഒരു 2 വർഷമായി. 2 വർഷമായി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഞങ്ങൾ ആക്ച്വലി കുറേ വർഷങ്ങളായില്ലേ? എത്ര വർഷമായി പരിചയപ്പെട്ടിട്ട്? നമ്മളൊരു 5 വർഷം. 5 വർഷമൊക്കെ ആയി കാണും. നമ്മൾ അട്ടപ്പാടിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ ഞങ്ങളൊരു കുടുംബം പോലെയാണ്. ശേഷൻ്റെ ഉമ്മ അകത്തുണ്ട്, ഉമ്മ അങ്ങോട്ട് വരുന്നില്ല ക്യാമറയുടെ മുമ്പിലേക്ക്. സംഗതി എന്താണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സംഗതിയെ കുറിച്ചൊന്ന് നീ പറഞ്ഞാൽ നന്നാവും. നമ്മൾ എന്ന് വെച്ചാൽ അഫോർഡബിൾ ആയിട്ട് തെറപ്പീസ്, കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കും. കാരണം നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇപ്പോഴും സ്റ്റിഗ്മറ്റൈസ്ഡ് ആണ്. നമുക്കൊരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആൾക്കാർ ഭ്രാന്താന്ന് ലേബൽ ചെയ്യും എന്നുള്ള വല്ലാത്ത പേടി. പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ചില കേസിലൊക്കെ നമുക്ക് തോന്നും ഇതൊരു കൗൺസിലിങ്ങിലൂടെ ശരിയാക്കാവുന്ന ഒരു പ്രശ്നമാണ് തോന്നും. പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ലൈഫിൽ ഭയങ്കര ബാഡായിട്ട് ഉള്ള കാര്യമായിരിക്കും. എങ്കിൽ പോലും അവരൊരു കൗൺസിലിങ്ങിനോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനോ തയ്യാറാവില്ല. കാണുന്നവരെന്ത് വിചാരിക്കും? കൗൺസിലിങ്ങിന് പോകുകയെന്ന് പറഞ്ഞാൽ ഭ്രാന്തിന് ചികിത്സിക്കാമെന്നാണ് ആൾക്കാർ പറയുക. അപ്പോൾ എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് പറയുന്നൊരു കേസ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്വയം ശരിയാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുമ്പോൾ, നമ്മളെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്ത എന്തൊരു പ്രശ്നത്തിനും നമ്മൾ മറ്റുള്ളൊരു സഹായം ആവശ്യപ്പെടാറുണ്ട്. ഒന്നും വേണ്ട, ഒരു മേശ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടാൻ നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പരമാവധി മിക്ക ആൾക്കാരും മറ്റുള്ളവരുടെ സഹായം തേടാറില്ല. മീൻസ് കൗൺസിലേഴ്സിൻ്റെ സഹായം തേടാറില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഈ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ചെറിയ കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. വെൽ ക്വാളിഫൈഡ് ആയിരിക്കില്ല. ഇല്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തെറപ്പീസ് അറിയുന്നുണ്ടാവും, അല്ലാണ്ട് റൂട്ട് കോഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ട്രീറ്റ് ചെയ്യാനോ അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അത് അവരുടെ ആ ഒരു പ്രസൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളിലേക്കും വേസ്റ്റ് ആവുന്ന സിറ്റുവേഷൻസ് വരും. കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. ഇല്ല. അപ്പോൾ ഒരു പെർമനന്റ് സൊല്യൂഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറപ്പി കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളടുത്ത് കോഓപ്പറേറ്റ് ചെയ്യാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പൊക്കെ എടുത്ത് വന്നു കേട്ടോ. നമ്മളൊരു സോഫ്റ്റ് ലോഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ലോഞ്ച് ഭയങ്കര വലിയ പരിപാടിയായിട്ട് പിന്നീടുണ്ടാവും. അപ്പോൾ ലോഞ്ച് ചെയ്യാം. യെസ്, അപ്പോൾ വെബ്സൈറ്റിൽ എന്താണുള്ളത് ജസ്റ്റ് ഒന്ന് പറ. ഇതിനകത്ത് നമുക്ക് കൺസൾട്ടേഷൻ എടുക്കാനുള്ളതാണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക, എന്ത് തരം കൗൺസിലിംഗ് ഒക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ സർവീസസ് എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ 2 കമ്മ്യൂണിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. സെൻസോൺ, ത്രൈവ് ട്രൈബ് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം. സെൻസോണിനകത്ത് നമ്മൾ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ലേഡീസിൻ്റെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ പോലെ അവർക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ടിപ്സ്, പാരൻറ്റിങ് ടിപ്സ്, എങ്ങനെ കുട്ടികളോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു ഡെയിലി ബേസിസ് പ്രൊവൈഡ് ചെയ്യാനും. അപ്പോൾ എവിടെയാണ് ഈ കമ്മ്യൂണിറ്റി? വാട്സാപ്പിൽ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം ആൾക്കാർക്ക്. ജോയിൻ ചെയ്യാം. അതിന് ആ നമ്പറിൽ തന്നെ, വെബ്സൈറ്റിലുള്ള നമ്പറിൽ തന്നെ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്തു. ഓക്കെ. ആ നമ്പറും മറ്റേ നമ്പറും വേറെയാണോ? കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വേറെയാണോ? അല്ല, രണ്ടും ഒരു നമ്പർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ആ നമ്പർ ഒന്ന് ജസ്റ്റ് പറ. 9400366533. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിൽ, ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലൊക്കെ ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. രണ്ടാമത്തെ കമ്മ്യൂണിറ്റി, രണ്ടാമത്തേത് നമ്മൾ ടീനേജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ആൾക്കാർ ഡ്രഗ്സിലേക്ക് പോകുന്നു, റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, പെട്ടെന്ന് സെക്ഷൽ റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നു. അതിൽ നിന്നൊക്കെ പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും ഇതിൽ നിന്നൊക്കെ കുട്ടികളെ മോചിപ്പിച്ച് നല്ലൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ത്രൈവ് ട്രൈബ്. അവിടെ നമ്മുടെ വിഷമങ്ങൾ, ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ മാത്രം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യിപ്പിച്ചിട്ടാണ് ആൾക്കാർ അതിലേക്ക് എടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന mindvibe.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ ഇവരെ വിളിക്കാം, അത്രയാണ് നമ്മൾ പറയുന്നത്. അതിനകത്തൊരു കാര്യമുള്ളത് കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ആയതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അഡൾട്ട് കേസസ് ആണ്, അതായത് ഒരു 18 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ചിലപ്പോൾ പിന്നീട് വരാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഷേസ പഠിത്തം കഴിഞ്ഞിട്ട് 1000-ലധികം ആളുകൾക്ക് അവരുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ ഒരു ചാരിതാർത്ഥ്യത്തോടെ, ആ ഒരു കോൺഫിഡൻസോടെ ഒരു സ്വന്തമായിട്ട് ഇപ്പോൾ ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് mindvibe.in. അപ്പോൾ ഒരുപാട് ആശംസകൾ. ഞാൻ പറയുന്നത് ഇതാണ്, ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലാണ്. നമ്മളൊരു സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ സക്സസ് ആവട്ടെ എന്ന് പറയുന്ന രീതിയിലല്ല. ഇത് ചുറ്റുമുള്ള ആളുകൾക്ക്, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. ഞങ്ങൾ പോയിക്കോട്ടെ, ഇത് കൊണ്ടോട്ടെ. അത് കൊണ്ടുവരുത്. അപ്പോൾ ഞങ്ങൾക്ക് പോവാം. നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് പോവാം. ബിരിയാണി ഉണ്ടോ? വേറെ എന്താ ഉള്ളത്? ബിരിയാണി കഴിച്ചിട്ടോ. ആ